വീടില്ലാത്ത വയോധികയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ ബ്ലോഗർ ശാലു പേയാട് പറ്റിച്ചെന്നും മർദ്ദിച്ചെന്നും പരാതി. വയോധികയുടെ പരാതിയിൽ ശാലു പേയാടിനെതിരെയും കോൺഗ്രസ് ബ്ലോക്ക് മെമ്പർക്കെതിരെയും കേസെടുത്ത് മലയൻകീഴ് പോലീസ്. വീടും സ്ഥലവുമില്ലെന്നും സഹായിക്കാൻ ആരുമില്ലെന്നും അറിയിച്ച പള്ളിച്ചൽ സ്വദേശിയായ വയോധികയെയും ചെറുമക്കളെയുമാണ് വീട് നൽകാമെന്ന് കാണിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അനിത വീട്ടിൽ താമസിപ്പിച്ചിരുന്നത്. തുടർന്ന് വ്ളോഗർ ശാലു പേയാടിന്റെ സഹായത്തോടെ വയോധികയ്ക്ക് വീട് നൽകുന്നതിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോയും ശാലു പോസ്റ്റ് ചെയ്തു. ഇതിനിടയിലാണ് ശാന്തയ്ക്ക് വീടും സ്ഥലവും ഉള്ളതായി മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്ന് അനിത ശാന്തയോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ശാലു പേയാടുമായും അനിതയുമായും ശാന്ത തർക്കത്തിലാവുന്നത്. അവർക്ക് വീട് മാറിക്കൊടുക്കണം. ഇവർ വന്ന് ചാടി അകത്ത് കയറി താക്കോലെല്ലാം കയ്യിൽ പിടിച്ചെടുത്തു. അകത്തുള്ള താക്കോലെല്ലാം എടുത്ത് ഇവർ ഇന്ന് അവധിയായതുകൊണ്ട് അവർക്കറിയാം നമ്മളെ ഏത് ഗതിയിൽ ചെയ്താലും അവർക്ക് നേരെ വരും എന്നുള്ളത്. അവരത് ചെയ്തിട്ട് ഉടനെ തന്നെ മറ്റവരെ അവനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവൻ ഓടി വന്ന് അതിൻ്റെ ഇപ്പുറത്തൊരു ശാരി എന്ന് പറയുന്ന ഒരുത്തി, ഇപ്പുറത്ത് വേറെ ഒരു 2 ആളുകൾ, അവരെല്ലാവരും കൂടെ ആയിട്ട് ഒത്ത് പിടിച്ചു വെച്ച് കൊടുക്കാൻ വിഭാഗം ചെയ്തു. തർക്കത്തിനിടയിൽ ശാലു സ്ത്രീയുടെ കൈ പിടിച്ചു തിരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇവർ പറ്റിച്ചതിനാൽ ഇവരെ നേരിൽ കണ്ട് ബോധ്യപ്പെടാനാണ് സ്ഥലത്തെത്തിയതെന്നാണ് ശാലുവിന്റെ വാദം. നിലവിൽ ശാന്ത മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പോൾ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിൻ്റെ കയ്യിലൊന്നും നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലുമ്പ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളയ്ക്കും വിളിച്ച്